സ്വാഭാവികമായിട്ടും പാർട്ടി സഖാക്കളോടൊന്നും പറയാണ്ടല്ലേ ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ നേരം നടപടി എന്തായാലും ഉണ്ടാകും, നടപടി ഞാൻ സ്വീകരിക്കും. അനുഭാവിയായിട്ട് നിൽക്കാൻ ആരെ സീട്ടും വേണ്ടല്ലോ. സാഹചര്യം വരാൻ സാധ്യതയുണ്ട്, എനിക്ക് ഒറ്റപ്പെടുത്തൽ വരാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. പി കെ ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ ഉയർന്ന വിവാദം അത് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവാൻ പ്രേരിപ്പിക്കുകയും അത് പിന്നീട് UDF പിന്തുണയോടുകൂടി തളിപ്പറമ്പിൽ മത്സരിക്കുന്ന തീരുമാനത്തിലേക്കടക്കം എത്തിയതാണ്. ഇപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ KP രമണിയെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ആ ചോദ്യങ്ങളുമൊക്കെ ഉയർന്നതാണ്. ഇപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ UDF കൺവെൻഷൻ്റെ വേദിയിലാണ് KP രമണി എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും KP രമണി ഏത് സാഹചര്യത്തിലാണ് എത്തിയത് എന്നുള്ള കാര്യം ഉൾപ്പെടെ KP രമണി നമ്മളോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ എന്തു സാഹചര്യത്തിലാണ് ഇങ്ങനെ എത്തിയത്? ഭർത്താവിന് പിന്നാലെ ഇപ്പോൾ ഭാര്യയും, അതായത് CPM ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു UDF വേദിയിലേക്ക് എത്താൻ തീരുമാനിച്ചത്? ഈ പുതിയ സാഹചര്യത്തിൽ മാഷ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം, നിലപാട് ഉണ്ടായിട്ടുണ്ട്. ആ ഒറ്റപ്പെടുത്തൽ കുടുംബം കൂടിയില്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ അത് സഹിക്കാൻ പറ്റാത്തതാണ്. ഞാൻ മാഷ ചോറല്ലേ മോനെ തിന്നുന്നത്, നമ്മൾ പാർട്ടീൻ്റെ ചോറൊന്നും തിന്നിട്ടില്ല. നമ്മൾ പാർട്ടി പ്രവർത്തനം 49 വർഷക്കാലമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ മാഷ ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. കുടുംബം വരെ ഇല്ല എന്ന് വിമർശനം വരുമ്പോൾ ഞാൻ സ്വമേധയാ ഞാൻ വീട്ടിൽ നിന്ന് വന്നതാണ്. ഒരു നിർബന്ധത്തിന് ഇല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വമേധയാ വന്നതാണ്. മാഷന്നല്ലേ എനിക്ക് വേറെ സാധാരണ രീതിയിൽ ഈ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞത് MV ഗോവിന്ദൻ ഈ പറയുന്ന MLA സ്ഥാനത്ത് മാറുമ്പോൾ പകരം PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി ഉയർത്തുന്നു. അത്തരത്തിൽ KP രമണിയും പലതരത്തിൽ പരിഗണിക്കപ്പെട്ടതാണ് എന്നുള്ള വിമർശനം ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു CPM നേതാക്കളുടെ ഭാഗത്ത്. അതിനൊന്നും ഒരു കാരണം മാഷ അതിനൊന്നും നിൽക്കലില്ല. ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ശ്രീകണ്ഠൻ ഏരിയ കമ്മിറ്റി രൂപീകരിച്ച് 1981 മഹിളാ സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പം നെടുങ്ങോ ഹൈസ്കൂളിൽ ആദ്യത്തെ മഹിളാ സംഘടന രൂപീകരിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഞാൻ ഈ ശ്രീകണ്ഠപുരം ഏരിയയിലെ ഓരോരു തരി മണ്ണിനെ എനിക്കും അറിയാം. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ്. എന്നാൽ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വന്നതും ഞാൻ വന്നതിന് ശേഷം വന്ന മഹിളാ സഖാക്കൾ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ വന്ന് അവർ ജോലി കിട്ടിപ്പോയതിന് ശേഷം ലാസ്റ്റ് സമയത്താണ് എന്നെ പരിഗണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സമയത്തും അവർ അർഹതപ്പെട്ടത് കൊണ്ട് മാത്രം പാർട്ടി പരിഗണിച്ചതാണ്. അതൊന്ന് അവസാന നിമിഷം ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ മാഷ് ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. പാർട്ടിയെ അത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഒന്ന് ശങ്കിച്ച് നിന്നത്? അല്ല, അത് ബോധ്യപ്പെടായിട്ടൊന്നുമില്ല. മാഷ് പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പ്രത്യക്ഷത്തിൽ അങ്ങനെ വരണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ മാഷ ഈ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ മാഷ ആക്രമിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. നമ്മളതെല്ലാം കാണുന്നുണ്ടല്ലോ. മാഷ് ഈ പറയുന്ന UDF അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ KP രമണി തളിപ്പറമ്പ് നിയോജക മണ്ഡലം LDF കമ്മിറ്റിയിൽ പങ്കെടുക്കുകയായിരുന്നു. അന്നേരം ഞാൻ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളൊന്നും പരസ്പരം സംസാരിച്ചിട്ടൊന്നുമല്ല. മാഷ് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ സമയത്ത് ആടുന്ന സഖാക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. മറ്റും ഞാൻ അറിയുന്നില്ല മാഷ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇത്തരത്തിൽ KP രമണിക്കും ഒറ്റപ്പെടൽ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു? അത് ഇല്ല, എനിക്ക് ഒറ്റപ്പെടൽ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്തൽ KP രമണിക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലാണോ ഇപ്പോൾ പുറത്ത്? സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഒറ്റപ്പെടുത്തൽ വരാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അത് എനിക്കറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നത്. നടപടി ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടി സഖാക്കളോടൊന്നും പറയാണ്ടല്ലേ ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ നേരം നടപടി എന്തായാലും ഉണ്ടാകും, നടപടി ഞാൻ സ്വീകരിക്കും. അനുഭാവിയായിട്ട് നിൽക്കാൻ ആരെ സീട്ടും വേണ്ടല്ലോ. പാർട്ടി അനുഭാവിയായി തന്നെ തുടരും. പിന്നെന്താ, പാർട്ടി അനുഭാവിയായിട്ട് തന്നെ തുടരും. അതിന് മാറ്റമില്ല. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ UDF പിന്തുണയൊക്കെ നേടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് എങ്ങനെയാണ് ഒരു പാർട്ടി അനുഭാവിയായി തുടരാൻ വേണ്ടി കഴിയുക എന്നുള്ള ചോദ്യം കൂടി. ഇപ്പോഴത്തെ എൻ്റെ നിലപാട് ആ രീതിയിലാണുള്ളത്. ഭാവിയിൽ പിന്നെ എങ്ങനെയാണ് സാഹചര്യം എന്താണെന്നൊന്നും പറയാൻ, സാഹചര്യത്തിനനുസരിച്ചാണല്ലോ മനുഷ്യൻ മാറി വരുന്നത്. എന്തായാലും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗമൊക്കെയായി പ്രവർത്തിക്കുന്ന സഖാവ് കൂടിയാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എടുക്കാൻ
കടുത്ത തീരുമാനം. ഞാൻ പാർട്ടി വിട്ടിട്ട് പിന്നെ പുറത്താക്കിയിട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇപ്പം ഒന്നും ഇല്ലല്ലോ. അതെല്ലാം ഭാവിയിൽ വരുവല്ലേ ഉള്ളൂ. അപ്പോൾ അന്നേരം നമുക്ക് ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമായി ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവം വേണ്ടി വന്നാൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പ്രചരണ പരിപാടികൾ പങ്കെടുക്കാൻ ഏടിയും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പം മാഷ ഒറ്റപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ തളിപ്പറമ്പിലേക്ക് വന്നതാണ്. എന്തായാലും ഇത് തന്നെയാണ് കെ.പി. രമണി പറയുന്നത്. ടി.കെ. ഗോവിന്ദനെ പാർട്ടി ഒറ്റപ്പെടുത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും ഇല്ല എന്നുള്ള ആക്ഷേപം ഉയർത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പിന്തുണ നൽകിക്കൊണ്ട് UDFിൻ്റെ കൺവെൻഷൻ വേദിയിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ടി.കെ. ഗോവിന്ദൻ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അതെല്ലാം തന്നെ ഇപ്പോൾ കെ.പി. രമണിയും ശരിവെക്കുന്നുണ്ട്. എന്തായാലും തുടർന്ന് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമാവണോ വേണ്ടയോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും. പക്ഷേ ഇപ്പോഴും പാർട്ടി അനുഭാവിയായി തുടരും എന്നുള്ള കാര്യം കൂടിയാണ് കെ.പി. രമണി വ്യക്തമാക്കുന്നത്.